ഹലോ, വെൽക്കം ബാക്ക് ടു ആൻലിൻസ് ക്ലാസ്സസ്. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് സെറ്റാക്കി ഒന്നാമത്തെ പാഠം അടിപൊളിയായിട്ട് പഠിച്ച് റിവിഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെന്തായാലും കാണാൻ സമയമുണ്ടെങ്കിൽ വേഗം പോയി കണ്ട് പഠിക്കുക. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ അങ്ങനെയല്ല, ഒരുപാട് കൺസെപ്റ്റുകൾ പഠിക്കാനുള്ള ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ. ടഫാണ് എന്ന് എനിക്കറിയാം. ഓക്കെ, അതിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ ഇത്. നമ്മുടെ കെമിക്കൽ ഡൈജഷൻ്റെ ഒരു ഏരിയ വരുന്നില്ലേ ഇതേ. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. നമുക്കത് എന്തായാലും മനസ്സിലാക്കി പഠിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാവേ. ഇത് പഠിക്കാതെ നിങ്ങൾ പോവരുത്, പഠിച്ചിട്ട് വേണം പോവാൻ. ഓക്കെ, എക്സാമിന് വന്നാലും ഇല്ലെങ്കിലും ഇത് അറിഞ്ഞിരിക്കണം. പഠിക്കാം നമുക്ക്. ഓക്കെ, ആദ്യം നമുക്ക് മൗത്തിൽ എങ്ങനെയാണ് ഡൈജഷൻ, കെമിക്കൽ ഡൈജഷൻ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മൗത്ത്, നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ അങ്ങ് ദഹിക്കണ്ടേ? യെസ്, ഈ മൗത്തിൽ നിന്ന് മുതലേ നമ്മുടെ ദഹനം ആരംഭിക്കുന്നുണ്ട്. ഡൈജഷൻ എവിടെ തൊട്ടേ ആരംഭിക്കും? യെസ്, മൗത്ത് മുതലേ ആരംഭിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ദ ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച് begins with the help of salivary amylase of saliva which is produced from the salivary gland. ഓക്കെ, നമ്മുടെ മൗത്തിലെ സലൈവ അല്ലേ, സലൈവ ഉണ്ട് അല്ലേ, സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? അതിനായിട്ട് നമ്മുടെ വായിൽ സലൈവറി ഗ്ലാൻഡുകളുണ്ട്. ഈ ഗ്ലാൻഡുകളിൽ നിന്നാണ് നമുക്ക് സലൈവ ഉണ്ടാവുന്നത് കേട്ടോ. ഓക്കെ, ഈ സലൈവയിൽ ഒരു എൻസൈം ഉണ്ട്. എൻസൈം എന്താണ്? എൻസൈം ഒരു പ്രോട്ടീനാണ്. പ്രോട്ടീൻ ഒരു ബയോമോളിക്യൂൾ ആണെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഓക്കെ, എൻസൈം എന്താണ്? എൻസൈം ഈ സലൈവറി എമൈലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം നമ്മുടെ സലൈവയിലുണ്ട്. അതെന്തിനാ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? സ്റ്റാർച്ച്, നമ്മൾ കഴിക്കുന്ന ഫുഡിലെ സ്റ്റാർച്ച് അല്ലേ, നമ്മൾ കഞ്ഞിയൊക്കെ ഭക്ഷണം ചോറ് കഴിക്കില്ലേ, അതിൽ സ്റ്റാർച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാർച്ചിൻ്റെ ഡൈജഷൻ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? മൗത്തിൽ നിന്ന് ആരംഭിക്കും. ആര് തുടങ്ങും? സലൈവയിലുള്ള എൻസൈമാണ് സലൈവറി എമൈലേസ്. മറക്കില്ലല്ലോ, ആ പേര് സിമിലർ അല്ലേ, സലൈവ, സലൈവറി എമൈലേസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം മൗത്ത് നമ്മൾ പഠിച്ചു ഇല്ലേ? ഓക്കെ, ഈസോഫാഗസിൽ എങ്ങനെയാണ്? ഈസോഫാഗസ് എങ്ങനെയാ? ദേ ഇങ്ങനെ ഒരു ട്യൂബ് പോലെ അല്ലേ. അപ്പം ഈസോഫാഗസിലൂടെ നമ്മുടെ ഫുഡ് എവിടേക്കെത്തും? സ്റ്റൊമക്കിലോട്ട് എത്തും അല്ലേ. അതിങ്ങനെ ഈസോഫാഗസ് വഴി മൂവ് ചെയ്യും, പോണ്ടേ ആ വഴിക്ക്. അപ്പം ആ മൂവ്മെൻറ്റിന് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയും എന്ന് നമുക്കറിയാം അല്ലേ. ഇങ്ങനൊരു വേവ് പോലെയാണ് നമ്മുടെ ഫുഡ് പോവുക, നേരെയല്ല പോവുക, അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ്. ആ ഒരു മൂവ്മെൻറ്റിന് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയും. അത്രയേ ഉള്ളൂ ഈസോഫാഗസ്. ഈസോഫാഗസിൽ വെച്ച് പ്രത്യേകിച്ച് ഡൈജഷൻ ഒന്നും നടക്കുന്നില്ല. എന്നിട്ട് നമ്മുടെ ഫുഡ് എവിടെ എത്തി? സ്റ്റൊമക്കിലോട്ടെത്തി. സ്റ്റൊമക്കിൽ എങ്ങനെയാണ് ഡൈജഷൻ നോക്കാം? സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ, HCl, ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാലോ സ്റ്റൊമക്കിൽ. ഓക്കെ, നമുക്ക് എന്തായാലും ആദ്യം വായിക്കാം, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓഫ് ഗാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഗാസ്ട്രിക് ഗ്ലാൻഡ്സ് ഡിസ്ട്രോയ്സ് ജേംസ് ഇൻ ദി ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഒരുപാട് എന്തുണ്ട്? നല്ല വൃത്തിയുള്ള ഫുഡാണെങ്കിലും അതിൽ എന്തായാലും എന്താണ്, ഒരുപാട് നമുക്ക് കാണാൻ പറ്റാത്ത ജേംസ് അതിൽ പ്രസൻ്റ് ആണ് അല്ലേ. അതിനൊക്കെ നമുക്ക് നശിപ്പിക്കണ്ടേ, അല്ലെങ്കിൽ നമുക്ക് അസുഖം വരും അല്ലേ. അപ്പോൾ അതെല്ലാം നശിപ്പിക്കുന്നത് നമ്മുടെ സ്റ്റൊമക്കിനകത്ത് എന്തുണ്ടെന്നറിയോ? നമ്മുടെ സലൈവയുടെ അകത്ത്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ മൗത്തിനകത്ത് സലൈവറി ഗ്ലാൻഡ് ഉണ്ടായിരുന്നു. അതേപോലെ ഈ എൻസൈമുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗ്ലാൻഡ് നമ്മുടെ വയറ്റിനകത്തുണ്ട്. ആ ഗ്ലാൻഡാണ് ഗാസ്ട്രിക് ഗ്ലാൻഡ്. ഓക്കെ, അപ്പോൾ സ്റ്റൊമക്കിനകത്തുള്ള ഗ്ലാൻഡാണ് ഗാസ്ട്രിക് ഗ്ലാൻഡ്. ഈ ഗ്ലാൻഡാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗാസ്ട്രിക് ജ്യൂസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഗാസ്ട്രിക് ജ്യൂസിലെ ഒരാളാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. അത് കേട്ട തന്നെ അറിയാലേ, ആളിച്ചിരി പ്രശ്നക്കാരനാണ്. HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതെന്ത് ചെയ്യും? നമ്മുടെ ഫുഡിലുള്ള ജേംസിനെ എല്ലാത്തിനെയും അങ്ങ് നശിപ്പിച്ച് കളയും. ഓക്കെ ആണോ? യെസ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വയറ്റിനകത്തുള്ള pH, നിങ്ങൾ pH എന്ന് കേട്ടിട്ടില്ലേ? യെസ്, pH മെഷർ ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ.
ആസിഡ്, ആൽക്കലൈൻ. അപ്പം അതൊക്കെ നമ്മുടെ വയറ്റിനകത്ത് ഒരേ ലെവലിൽ നിൽക്കണം. അതൊക്കെ റെഗുലേറ്റ് ചെയ്യും. ഓക്കെ. പിന്നെന്താണ് ദി എൻസൈംസ്. ഇനി എൻസൈംസിൻ്റെ പേര് പഠിച്ചോളൂ കേട്ടോ. പെപ്സിൻ. ആ പേര് കേട്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. പി ഫോർ പ്രോട്ടീൻസ് അല്ലേ. പെപ്സിൻ എന്ത് ചെയ്യും? നമ്മുടെ പ്രോട്ടീൻസ്, നമ്മൾ കഴിക്കുന്ന ഫുഡിലെ പ്രോട്ടീൻസിനെ പാർഷ്യലി, മുഴുവനായിട്ടില്ല കേട്ടാ, പകുതി എന്ത് ചെയ്യും? ഡൈജസ്റ്റ് ചെയ്യും. ആര്? പെപ്സിൻ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻസിനെ നമ്മുടെ വയറ്റിൽ വെച്ച് പാർഷ്യലി ആര് ഡൈജസ്റ്റ് ചെയ്യും? പെപ്സിൻ ഡൈജസ്റ്റ് ചെയ്യും. ക്ലിയർ ആണോ? യെസ്. ഇനി നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ലിപ്പിഡുകൾ അല്ലേ. ലിപ്പിഡ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ കഴിക്കുന്ന ഫാറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആര് ഡൈജസ്റ്റ് ചെയ്യും? നമ്മുടെ ഗാസ്ട്രിക് ജ്യൂസിലുള്ള ലിപ്പേസസ്. ക്ലിയർ ആണോ? LL കണ്ട, ലിപ്പിഡ്, ലിപ്പേസസ്, പ്രോട്ടീൻ, പെപ്സിൻ. അപ്പം അങ്ങനെ പഠിച്ചാൽ മതി, മറക്കില്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൽ ഇപ്പം എത്ര ആസിഡ്? നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ കണ്ടു അല്ലേ, പെപ്സിനെ കണ്ടു, ലിപ്പേസസിനെ കണ്ടു. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ വാൾസിൽ ഈ സ്റ്റൊമക്ക് ഉണ്ടാക്കിയിരിക്കുന്ന സംഭവമില്ലേ, അതിൻ്റെ ഈ വാൾസ് എല്ലാം ഈ ആസിഡൊക്കെ വന്ന പെട്ടെന്ന് നശിച്ചു പോവില്ലേ? പക്ഷെ അങ്ങ് നശിച്ചു പോകുന്നുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടായിരിക്കും? നമ്മുടെ സ്റ്റൊമക്കിൽ ഒരു മ്യൂക്കസ് എന്ന് വെച്ചാൽ എന്താ? അങ്ങനെ കുറച്ച് കൊഴുത്തിട്ടുള്ള കുറച്ച് എന്താ പറയുക, ഒരു സംഭവമുണ്ട് നമ്മുടെ സ്റ്റൊമക്കിൽ. അപ്പം മ്യൂക്കസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് എന്താണ് നമ്മുടെ സ്റ്റൊമക്ക് വാളിന് ഒന്നും പറ്റാതെ ഇരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ സ്റ്റൊമക്കിനെ പറ്റിയിട്ട്. അതും പഠിച്ചില്ലേ? നല്ല ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചല്ലോ. ഓക്കെ. ഇനി നമുക്ക് സ്മോൾ ഇൻറ്റെസ്റ്റൈനെ പറ്റി പഠിക്കാം. സ്മോൾ ഇൻറ്റെസ്റ്റൈനെ പറ്റി പഠിക്കുന്നതിന് മുൻപ് ഞാൻ ലിവറിനെ പറ്റിയിട്ടും പാൻക്രിയാസിനെ പറ്റിയിട്ടും നിങ്ങൾക്കൊന്ന് ചെറുതായിട്ട് പറഞ്ഞുതരാം. ഓക്കെ ആണോ? ഓക്കെ. ലിവറിനെ പറ്റി ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് ബൈൽ എന്ന് പറഞ്ഞ സംഭവമാണ്. എന്താണ്? ബൈൽ. അപ്പം ലിവർ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്ത്? ബൈൽ. അപ്പം ലിവർ പ്രൊഡ്യൂസസ് ബൈൽ. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ ബോഡിയിൽ ഇതിടെ കാണാൻ പറ്റും, ഗോൾ ബ്ലാഡർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നോക്കിക്കേ. ഈ ഗോൾ ബ്ലാഡറിൽ നമ്മുടെ ലിവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബൈലിനെ എടുത്തു വെക്കും. എന്ത് ചെയ്യും? എടുത്തു വെക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ ലിവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ബൈല് പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അത് ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി ഈ ബൈലിൽ എന്തൊന്നുമില്ല? എൻസൈംസ് ഒന്നുമില്ല കേട്ടോ. ബൈലില് എൻസൈംസ് ആബ്സെൻ്റ് ആണ്. എന്ത് ചെയ്യും? ഈ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ബൈല് ഡ്യോഡിനം എവിടെയാണ്? ഈ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ തുടക്ക ഭാഗമാണ് ഡ്യോഡിനം. അവിടേക്ക് നമ്മുടെ ബൈലെത്തും. ഓക്കെ. ഈ ബൈൽ ഒരു ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫാറ്റില്ലേ, ഫാറ്റിനെ പെട്ടെന്നൊന്നും നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ ഫാറ്റിനെ കുഞ്ഞു പീസാക്കിയിട്ട് മാറ്റും. നമ്മുടെ ലിവർ ഉണ്ടാക്കുന്ന ബൈല് എന്താ ചെയ്യുക? ഫാറ്റിനെ കുഞ്ഞു പാർട്ടിക്കിൾ ആക്കിയിട്ട് നമ്മുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈല് മാറ്റും. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് നമ്മുടെ ലിവർ ചെയ്യുന്നത്. pH റെഗുലേറ്റ് ചെയ്യും. അത് ഒരുവിധം എല്ലാവരും ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇനി പാൻക്രിയാസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും. അതും എന്നിട്ട് എവിടെ എത്തും? ഈ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലെ തുടക്ക ഭാഗമായ ഡ്യോഡിനത്തിലോട്ട് എത്തും. എന്നിട്ട് എന്തിന് ഹെൽപ്പ് ചെയ്യും? ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. അതാണ് ഒന്നാമത്തെ സെൻറ്റൻസിൽ പറയുന്നത്. പാൻക്രിയാസ് produces in the pancreatic juices. This reaches the duodenum and helps for what? Digestion. ഇനി പാൻക്രിയാസിലെ എൻസൈംസ് ഉണ്ട് കേട്ടോ. അതെന്തൊക്കെയാണ്? പാൻക്രിയാറ്റിക് എമൈലേസ്. ഈ എമൈലേസ് എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ? ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞതാണ്. എന്താണ്? യെസ്, സലൈവറി എമൈലേസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഓക്കെ. സലൈവറി എമൈലേസ് എന്തിനെയാണ് ഡൈജസ്റ്റ് ചെയ്തത്? മൗത്തിൽ വെച്ചിട്ട് സ്റ്റാർച്ചിനെയല്ലേ. അപ്പം ഇവിടെയും സ്റ്റാർച്ച് തന്നെയാണ്, സ്ഥലം മാത്രമേ വ്യത്യാസമുള്ളൂ. നേരത്തെ സലൈവറി ആയിരുന്നു, ഇവിടെ പാൻക്രിയാറ്റിക് ആണ്. ഓക്കെ ആണോ? അപ്പം ഈ പാൻക്രിയാസിലും നമ്മുടെ പാൻക്രിയാറ്റിക് എമൈലേസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സ്റ്റാർച്ചിനെ പകുതിയോളം ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ. അതുമാത്രമല്ല, അവിടെ നമുക്ക് ട്രിപ്സിൻ എന്ന് പറഞ്ഞിട്ടൊരു എൻസൈം കൂടെ കാണാം.
എന്ത് ചെയ്യുന്നറിയോ? ട്രിപ്സിൻ പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യും. ഓരോ എൻസൈമും കൂടെ പറഞ്ഞായിരുന്നു പ്രോട്ടീന് ഡൈജസ്റ്റ് ചെയ്യുന്നത്, ഓർമ്മയുണ്ടോ? സ്റ്റൊമക്കിൽ കണ്ടതാ. യെസ്, പെപ്സിൻ അല്ലേ? പെപ്സിൻ അതേപോലെ ഇപ്പം നമ്മൾ പഠിച്ച ട്രിപ്സിൻ, ഇത് രണ്ടും പ്രോട്ടീൻസിനെയാണ് പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പാൻക്രിയാസിലും എന്തുണ്ട്? ലിപ്പേസസ് ഉണ്ട്. ലിപ്പേസസ് എന്ത് ചെയ്യും? ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യും. എന്താക്കി മാറ്റുന്നറിയോ? മുഴുവനായിട്ട് ഡൈജഷൻ കഴിഞ്ഞുട്ടാ. ലിപ്പേസസ് കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് എന്ത്? ലിപ്പിഡിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റും. എവിടെ വെച്ചിട്ട്? നമ്മുടെ പാൻക്രിയാസിൽ വെച്ചിട്ട്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി പാൻക്രിയാസിൽ ഇപ്പം ഉണ്ടായിട്ടുള്ള ബൈലിലെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈലും പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പാൻക്രിയാറ്റിക് ജ്യൂസ് എല്ലാം നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് വരും കേട്ടോ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ദ ഡൈജസ്റ്റീവ് ജ്യൂസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ലിവർ ആൻഡ് പാൻക്രിയാസ് റീച്ച് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ഹെൽപ്പ് ഡൈജഷൻ. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് പ്രധാനമായിട്ടും കുറേ ഡൈജഷൻ സംഭവിക്കുന്ന ഒരു ഏരിയയാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇനി ഡിഫറെൻറ്റ് കാർബോഹൈഡ്രേറ്റ്സ് ഓഫ് ദി ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ കൺവേർട്ട് കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻറ്റു സ്മോൾ കോമ്പണൻസ് ലൈക്ക് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ്. അല്ലെ, നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റുകൾ, ചോറും അതൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുന്നുണ്ട്. അതെല്ലാം എന്ത് ചെയ്യും? നമ്മുടെ ഇൻറ്റസ്റ്റൈനിലുള്ള കാർബോഹൈഡ്രേറ്റ്സ്, എന്താണ്? കാർബോഹൈഡ്രേറ്റുകളെ ഡൈജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻസൈമുകളാണ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ് കാർബോഹൈഡ്രേറ്റ്സ്. എന്ത് ചെയ്യും? നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിനെ എല്ലാത്തിനെയും ഡൈജസ്റ്റ് ചെയ്ത് എന്താക്കി മാറ്റും? കുഞ്ഞു കുഞ്ഞു ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും ഒക്കെ ആയിട്ട് മാറ്റും. ഇനി പ്രോട്ടീൻസിനെ എന്താക്കി മാറ്റും? ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ പ്രോട്ടിയേസസ്, മറക്കരുത്, എഴുതി വെക്കണം. പ്രോട്ടിയേസസ് എന്താക്കി മാറ്റും? പ്രോട്ടീൻസിനെ അമിനോ ആസിഡുകളാക്കി മാറ്റും. ഓക്കെ, പ്രോട്ടീൻസിനെ ഇങ്ങനെ വെട്ടി വെട്ടി ചെറുതാക്കി എന്താക്കി മാറ്റും? അമിനോ ആസിഡുകളാക്കി മാറ്റുന്ന ആളാണ് പ്രോട്ടിയേസസ്. ഓക്കെ, ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? കുഞ്ഞെ ന്യൂട്രിയൻസിൻ്റെയും സിമ്പിൾ ന്യൂട്രിയൻസിൻ്റെയും വാട്ടറിൻ്റെയും പിന്നെ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും എല്ലാത്തിൻ്റെയും അബ്സോർപ്ഷൻ നടക്കുന്നതും എവിടെ വെച്ചിട്ട് തന്നെയാണ്? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഇപ്പം നമ്മുടെ ഫുഡ് എവിടെ ഇരിക്കുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ അല്ലേ. ഇനിയും എന്ത് ചെയ്യും? ഫുഡെല്ലാം കൂടെ ലാർജ് ഇൻറ്റസ്റ്റൈനിലോട്ട് പോവും. ഓക്കെ, ഇവിടെ നമ്മുടെ ഫുഡ് കുറച്ച് ഫുഡൊന്നും എന്തായിട്ടുണ്ടാവില്ല? ഡൈജസ്റ്റ് ആയിട്ടുണ്ടാവില്ല അല്ലേ. അങ്ങനെ ഡൈജഷൻ സംഭവിക്കാത്ത ഫുഡെല്ലാം അതിന് നമ്മൾ എന്താ പറയുന്നത് അറിയോ? അൺഡൈജസ്റ്റഡ് ഫുഡ് എവിടെ എത്തും? യെസ്, ലാർജ് ഇൻറ്റസ്റ്റൈനിലോട്ട് എത്തും. ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് വാട്ടറിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. അതേപോലെ സോൾട്ടുകൾ അല്ലേ, നമ്മൾ കഴിക്കുന്ന ഫുഡുകളിലുള്ള സോൾട്ടുകളും അതേപോലെ തന്നെ വാട്ടറും ഒക്കെ അബ്സോർപ്ഷൻ നടക്കുന്നത് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ്. പിന്നെ അതേപോലെ തന്നെ certain bacteria of large intestine produces vitamin K and B complex. നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ കുറച്ച് ബാക്ടീരിയകളൊക്കെ ഉണ്ട്. ആ ബാക്ടീരിയ നമ്മൾ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? എല്ലാ ബാക്ടീരിയയും പൊട്ടയല്ല, നല്ല ബാക്ടീരിയകളുണ്ട്. അതേപോലെ തന്നെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ കുറച്ച് നല്ല ബാക്ടീരിയകളുണ്ട്. അവർ നമുക്ക് വേണ്ട വൈറ്റമിൻ കെയും വൈറ്റമിൻ ബി കോംപ്ലെക്സ് എല്ലാം നമുക്ക് ഉണ്ടാക്കി തരും. ഓക്കെ, ക്യാരീസ് ഡൈജസ്റ്റീവ് വേസ്റ്റ് ടു റെക്ടം. അതേപോലെ ഈ ഡൈജഷൻ ഒന്നും സംഭവിക്കാത്ത ബാക്കിയുള്ള അൺഡൈജസ്റ്റഡ് മെറ്റീരിയൽസിനെ ഈ പറഞ്ഞ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് റെക്ടത്തിലോട്ട് പോവും. എന്നിട്ട് അതുവഴി ആനസ് വഴി എന്ത് ചെയ്യും? എക്സ്പെല് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഇത് ബുദ്ധിമുട്ടാന്ന് പറയില്ലല്ലോ. അപ്പം ഇനി എന്ത് ചെയ്യുക? വേഗം ഒന്നുകൂടെ ഒന്ന് വായിച്ച് സെറ്റാക്കി പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയുക, ഗ്രൂപ്പിൽ ചോദിച്ചിരുന്നു, ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ ആണോ? ഓക്കെ.